Hello everyone and welcome to Comedy Master. ശ്വേത ചേച്ചിയുടെ ഒരറ്റം മാത്രമേ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ഇരിപ്പുള്ളൂ. മറ്റേ അറ്റം കൊണ്ട് നമുക്ക് സ്ട്രോങ് ആക്കണ്ടേ? അതാണ് അവിടെ നമ്മുടെ നാട്ടുകൂട്ടങ്ങളെ വിളിക്കണ്ടേ? Wow. Wow. It's Wow. just Wow. What? Wow. no. What? It's World of Whistlers. Thank you. കറക്റ്റ് പേരാണ്. നമ്മൾ എല്ലാരും ക്ലാപ്പ് ചെയ്തുകൊണ്ട് വാവ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനും വാവ് എന്ന് പറയുന്ന പേര് ഇട്ടിരിക്കുന്നത് അല്ലേ? Yes. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. പേരെന്നാ? ശ്രുതി സാന്ദ്ര. ശ്രുതി സാന്ദ്ര. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഓക്കെ, നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് വാവ് എന്ന് പറയുന്ന ടീം. ഇവര് വിസിലടി മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. പക്ഷെ ആദ്യമായിട്ടാണ് വിസിലടി ഒരു പോസിറ്റീവായി തോന്നിയത്. നമുക്ക് അവിടെ നിന്ന് പരിചയപ്പെടാം. യെസ്, പേര് പറയാവോ? രഞ്ജിത്ത്. ഹായ്. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ? കോഴിക്കോട് നിന്നാണ്. ഇൻഫോ പാർക്കിൽ കാക്കനാട് നോക്കി. നൈസ്. യെസ്. സോ പേര്? എന്റെ പേര് അനിൽ ജേക്കബ്. ഞാൻ എറണാകുളം ജില്ലയിൽ തന്നെ കൂത്താട്ടുകുളം എന്ന സ്ഥലത്ത് ഓക്കെ, എന്ത് ചെയ്യാണ്? ഞാനിവിടെ കൊച്ചി FM-ല് ആങ്കറായിട്ട് അനൗൺസറായിട്ട് വർക്ക് ചെയ്യുന്നു. നൈസ്. അതോടുകൂടി ഒരു കരാട്ടെ ട്രെയിനർ കൂടിയാണ്. വിസിലടിക്കുന്ന കരാട്ടെ ട്രെയിനർ. കൊള്ളാം. നെക്സ്റ്റ്. എന്റെ പേര് റജി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം ആണ് താമസിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയിലെ സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, സൗത്ത് ഇന്ത്യയുടെ. പിന്നെ കൂടാതെ കൊണ്ട് വേൾഡ് ഓഫ് വിസിലേഴ്സിന്റെ മാർക്കറ്റിംഗ് മാനേജറും കൂടിയാണ്. താങ്ക് യു. എൻ്റെ പേര് സുരേഷ്. തൃശ്ശൂർ ജില്ല കുന്നുംകുളം പഴനി എന്ന് പറഞ്ഞാണ് വരുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പറവൂരാണ്, നോർത്ത് പറവൂരാണ്. വേൾഡ് ഓഫ് വിസിലേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, പിന്നെ ആക്ടിവിസ്റ്റ് ആണ് സർക്കാരിന്റെ. എൻ്റെ പേര് ബിജോയ്. എറണാകുളം ജില്ലയിലെ വൈപ്പിനിലാണ് സ്വദേശം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. എന്തായാലും വേണം. പരിചയപ്പെട്ടിരുന്നത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ വിസിലടിച്ചാൽ വിചാരിച്ചോളാം ഞങ്ങളാണെന്നുള്ളത്. എന്റെ പേര് ഐശ്വര്യ. ഓക്കെ, ഞാൻ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വരേണിക്കൽ നിന്നാണ് വരുന്നത്. സ്റ്റഡീസ് കഴിഞ്ഞ് നിൽക്കുന്നു. വിസിലടിക്കുന്നു. അതെ. യെസ്. മോളെ പരിചയപ്പെട്ടു. മാം, എൻ്റെ പേര് അശ്വതി സാബു. എറണാകുളം മരടാണ് സ്വദേശം. ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നു, ഗ്ലോബൽ ഗോൾഡൻ മൈൻഡ് സൊല്യൂഷൻ എന്ന പേരിൽ, DMIT. അതോടൊപ്പം തന്നെ 18 വയസ്സിന് മേളിലുള്ള ആളുകൾക്ക് ഒരു ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്പിരിച്വൽ കൗൺസിലിംഗ് ചെയ്യുന്നു. എൻ്റെ പേര് ജ്യോതി കാമത്തു എന്നാണ്. ഞാൻ വേൾഡ് ഓഫ് വിസിലേഴ്സിന്റെ പ്രസിഡന്റാണ്. ഞാനിവിടെ എറണാകുളത്ത് പുല്ലേപ്പടിയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ജിഷ ജൂബി. എറണാകുളത്തെ എളമക്കര താമസിക്കുന്നു. ആക്ച്വലി ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. പല CBSE സ്കൂൾസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് അല്ലാത്ത വിസിലടിച്ച് നടക്കുന്ന ഒരു മാത്സ് ടീച്ചറിനെ ഞാൻ ക്ലാസ്സിൽ ഒരു സൂപ്പർ. അപ്പൊ എന്തായാലും നിങ്ങളാണ് ഇന്ന്, നിങ്ങളുടെ ടീമാണ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകൂട്ടമായിട്ട്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഇനി ഫുൾ എൻജോയ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് വിസിലടി ചിരി വേണ്ട, നല്ല ആത്മാർത്ഥമായിട്ട് അങ്ങ് ചിരിച്ചോണം, മനസ്സ് തുറന്ന് അങ്ങ് ചിരിച്ചോണം, ഒരു പ്രശ്നവും ഇല്ല. ഈ വിസിൽ പഠിപ്പിക്കാറുണ്ടോ? അങ്ങനെ അങ്ങനെ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിസിലിംഗിന് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് മിനിമം ക്വാളിഫിക്കേഷൻ? നമ്മളുടെ വേൾഡ് ഓഫ് വിസിലേഴ്സിന്റെ ഭാരവാഹികളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വിസിൽ ചെയ്ത സാമ്പിൾസ് നമുക്ക് വോയിസ് നോട്ടായിട്ട് അയച്ചു തരാം. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും നമ്മള് ചെറുതായിട്ട് വിസിൽ ചെയ്യുന്ന ആൾക്കാരെ പോലും നമ്മളെ സംഘടനയിൽ കൊണ്ടുവരികയും പിന്നീട് അവരെ മോൾഡ് ചെയ്ത് എടുത്തോണ്ട് വരികയും ചെയ്യാറുണ്ട്. അല്ല, നിങ്ങളിപ്പോ വിസിലടിയും കൊണ്ട് മാത്രമാണോ വന്നിരിക്കുന്നേ? എന്തോ ശ്വേത ചേച്ചിക്ക് എന്തോ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് പ്രിൻസിപ്പല് ശ്വേത മാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്വേത മാമിന് വേണ്ടിയിട്ട് ഒരു 4 ലൈൻ ഞങ്ങളുടെ വക വേൾഡ് ഓഫ് വിസിലേഴ്സ്. യെസ്, കണ്ടപ്പോ സ്പോട്ടിൽ ചെയ്യാൻ. അതെ അതെ അതെ. ലെറ്റ്സ് ഡു ഇറ്റ്. യെസ്, നല്ലൊരു കാര്യം കൊടുക്കാം.
ചേച്ചിക്ക് ഞങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മോൾക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്ന്. പിന്നെ വിചാരിച്ചു ഷൂട്ടിംഗ് അല്ലേ. ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. താങ്ക് യു സൂപ്പർ. അപ്പോഴേ ഈ വിസിലടി മാത്രമല്ല, നമുക്കിനി സ്കിറ്റ് ഉണ്ട്, ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്, ബാറ്ററി ഉണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഇരിക്കാനുള്ളതാ അവിടെ. ഞങ്ങൾ 4 പേരുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും നമുക്ക് സ്കിറ്റ് കാണണ്ടേ, ഇരിക്കണ്ടേ? നമുക്ക് സ്കിറ്റ് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ സീറ്റിലേക്ക് പോയിരിക്കാം. Let's do this. Come on. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യത്തെ സ്കിറ്റ് കാണാം. ദാ വരുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ സ്കിറ്റ്. എന്നെ ഈ പാണിക്കുന്നേ അടിച്ചോണ്ട് നിക്കണ പറഞ്ഞേ. ഈ വയ്യാത്ത എന്നെ ഇങ്ങോട്ട് കുറിച്ചാ കേറ്റാതെ. ഇപ്പൊ ഞാൻ കാണിച്ച എക്സസൈസ് 10 പ്രാവശ്യം ചെയ്യണം. പറഞ്ഞ മനസ്സിലായി? ചെയ്യ്. 10 പ്രാവശ്യം 10 പ്രാവശ്യം. റെഡി? 1 2 3 start. 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞു. തീർന്നു, മതി. എടി എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ. എനിക്ക് പഴയ 16 അല്ല 63 വയസ്സായി. നോബിച്ചേട്ടനെ പോലെ. ആ അതാ പറഞ്ഞേ, ചുമ്മാ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന എന്നെ ഇട്ടോണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രാഹുലിനെ കണ്ടിട്ടുണ്ടോ? അവന്റെ ശരീരം കണ്ടിട്ടുണ്ടോ അമ്മാവൻ? അവന്റെ ശരീരം നല്ല ശരീരം, നല്ല ഉണങ്ങി മെലിഞ്ഞ് നല്ല സ്ലിം ആയിട്ടായിരിക്കുന്നേ. അവൻ മാത്രമല്ല, അവന്റെ അപ്പനും അതെ അമ്മ അതെ, നല്ല ഉണങ്ങി മെലിഞ്ഞ് നല്ല രസമാണ് കാണാൻ. അത് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയതാ. അയ്യോ, പാരമ്പര്യം കൊണ്ട് മാത്രമൊന്നുമല്ല, അവനെ കൃത്യമായിട്ടുള്ള ഫുഡും പിന്നെ എക്സർസൈസും ഒക്കെ നോക്കുന്നത് കൊണ്ടാണ് രാഹുലിന്റെ ശരീരം അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ ഇരിക്കാൻ. ഞാൻ അവനുമായിട്ട് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു അവൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞുതരാന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ അവന്റെ ഡയറ്റും പിന്നെ അവൻ പറഞ്ഞു തരുന്ന എക്സർസൈസും ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്തു, നമ്മളെന്നുള്ള ആ പേരെങ്കിൽ വെട്ടിക്കോ, എന്നെ ഒഴിവാക്ക്. നീയും നിന്റെ കെട്ടിയവനും ആ എക്സർസൈസ് അങ്ങ് തുടങ്ങി. എന്റെ കെട്ടിയവനെ കൊണ്ട് എന്തായാലും ഞാൻ ചെയ്യിപ്പിക്കും. അങ്ങേരെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്റെ മെയിൻ അജണ്ട തന്നെ. നടത്തിക്ക മാത്രല്ല, ഞാൻ വേണമെങ്കിൽ 10 റൗണ്ട് ഇവിടെ ഇട്ട് അങ്ങേരെ ഓടിക്കുകയും ചെയ്യും. എന്നാ ഓടിക്കോ. ഓടിക്കും. അത് തന്നെ പറഞ്ഞ ഓടിക്കും. അതല്ല പറഞ്ഞേ, നിന്റെ കെട്ടിയവൻ താണ്ട വരുന്നു, നീ ഓടിക്കോളാൻ. ഞാനിങ്ങനെ ഓടണം. അങ്ങനെ വരട്ടെ, എനിക്ക് അറിയണമല്ലോ ഇനി സംസാരിക്കണം. ആ അതാ പറഞ്ഞേ, ഞാനും വരാം. ഒരു ദോശയോ? ഒരു ദോശയേ ഉള്ളൂ. എന്താ ഒരു ദോശ? ഇന്ന് മുതൽ ഡയറ്റാ. നീ ഡയറ്റ് എടുത്തോ, എനിക്ക് പ്ലേറ്റ് എന്ത്? അതല്ല പറഞ്ഞ, ഇന്ന് മുതൽ ഞാൻ മാത്രമല്ല ഡയറ്റ്. ഇന്ന് മുതൽ നിങ്ങളും ഡയറ്റാ, അമ്മാവനും ഡയറ്റാ. നിങ്ങൾക്കും ഒരു ദോശയുള്ളൂ, അമ്മാവനും ഒരു ദോശയുള്ളൂ. ഒരു ദോശ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞുകൂടാ. ഞാനാരാ, ചിന്നൻ ചുണ്ടലിയാണോ? ചിന്ന ചുണ്ടലി ആയാലും പെരിച്ചാഴി ആയാലും ഇന്ന് മുതൽ നമ്മൾ 3 പേരും ഇവിടെ ഡയറ്റ് നോക്കും. നിങ്ങൾക്ക് ഒരു ദോശ, അങ്ങേർക്ക് ഒരു ദോശ, എനിക്ക് ഒരു ദോശ. എന്തിനാണ് ഈ ഡയറ്റ്? ഇത് എന്ത് കാര്യത്തിനാണ്? അതെ, നിങ്ങളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രാഹുലിന്റെ ബോഡി കണ്ടോ? മരിച്ചുപോയോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല അമ്മാവ. ഇന്നലെ പയറ് പോലെ തുള്ളിച്ചടഞ്ഞാണ്. അതല്ല, അല്ല, അവരുടെ വീട്ടിന്റെ അവിടെ നിലവിളിയും ബഹളമൊന്നുമില്ലല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയായിരിക്കും. എന്താ സംഭവം? എന്താന്ന് പറ, സംഭവം എന്താണ്? നിങ്ങൾ പറഞ്ഞൊരു മനുഷ്യനെ കൊല്ലൂ. ഞാനാണോ കൊന്ന്? ഞാൻ എന്തുവാ പറഞ്ഞ ചേട്ടാ? എന്തോ നീ രാഹുലിന്റെ ശരീരം കണ്ടിട്ടുണ്ടോന്ന്? അത് ശരി. അടുത്ത വീട്ടിലെ പയ്യന്മാരുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കലാണ് നിന്റെ പരിപാടി അല്ലേ? എന്താണ് അവരുടെ ശരീരം നോക്കുന്നത്? ഞാനെന്തിനാ അവരുടെ ശരീരം നോക്കുന്നത്? ഞാൻ പറയണ ആദ്യം മനസ്സിലാക്കാതല്ല പറഞ്ഞത്. രാഹുൽ ശരീരം നോക്കുന്നത് കണ്ടിട്ടുണ്ടോന്ന്? അവൻ ശരീരം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല പെണ്ണുങ്ങളും അതിന് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അവനെ വായി നോക്കിന്നാണ് ആ പെണ്ണുങ്ങൾ വിളിക്കുന്നത്. എന്ത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കും? കണ്ട പെണ്ണുങ്ങളെ വായി നോക്കുന്ന അവന്റെ കാര്യമല്ലേ നീ പറഞ്ഞത്? അതല്ല, പിന്നെ രാഹുല് കൃത്യമായ ഭക്ഷണമൊക്കെ നോക്കി എക്സർസൈസ് ഒക്കെ ചെയ്ത് അവന്റെ ശരീരം അവൻ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. എന്തിനാണ് ഇതൊക്കെ ഞാൻ തിരക്കുന്നത്? എന്തിനാ ഇത് കുറയ്ക്കണ്ടേ? എന്തിന് കുറയ്ക്കണ്ടേ? എന്തിന്? ഇത് ഇവിടെ ഇരിക്കുന്നതിന് നിനക്ക് എന്താണ് കുഴപ്പം? നിനക്ക് ചൊറിയുന്നോ? ഇത് കുറയ്ക്കണം. വയറെന്തിയോ കുത്തിപ്പൊട്ടിച്ച് കളയാൻ പറ്റുമോ? ഞാൻ ഇതൊക്കെ മാറണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. രാഹുല് പറഞ്ഞ ഡയറ്റ് എന്തും മീനാ?
ചാള, ചൂര, അയല, മത്തി, കൊഞ്ച്. എടി കൊഞ്ചുണ്ട്, കൊഞ്ചുണ്ട്. ഒരുപാട് കൊഞ്ചണ്ട. ഇന്ന് മുതൽ ഈ വീട്ടിനകത്ത് മീൻ കേറ്റണ പരിപാടിയില്ല. എന്ത് മീൻ കറ്റാത്തത്? ഇന്ന് മുതൽ വെജ്ജാ. അയ്യേ വെജോ? വെജ്ജാ. ഇത് ആരാടി നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? രാഹുൽ പറഞ്ഞു വെജ് കഴിച്ചാൽ നമ്മള് സ്ലിം ആവുമെന്ന്. അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ലോകത്തുള്ള ആനയെല്ലാം അങ്ങ് സ്ലിം ആകണമാണല്ലോ. ആന വെച്ചല്ലേ, പശു വെച്ചല്ലേ, കുതിര വെച്ചല്ലേ, അവരൊക്കെ മെലിഞ്ഞായിരിക്കുന്നേ. അല്ല അത് പിന്നെ എന്തായാലും രാഹുൽ പറഞ്ഞതുപോലെ ചെയ്തേ പറ്റൂ. ഒരു രാഹുൽ ഇത് കൊറേ കേൾക്കുന്ന ഞാൻ. കുമാറേ, ഒരു കാര്യം ചെയ്യും. ഇവള് ഈ രാഹുലിന്റെ കാര്യം തെരുതരെ പറയുന്നോണ്ട് നീ ഇവളെ രാഹുലിന്റെ വീട്ടിൽ കൊണ്ടാക്കും. ഇനിയിപ്പോ അതാ മാവ് നല്ലത്. അതാ പറഞ്ഞു. നമുക്ക് വല്ല കപ്പയും കഴിക്കാം. ഞങ്ങൾക്ക് ഒരു കുഴപ്പം. രാഹുലിന്റെ പോ, നീ രാഹുലിന്റെ പോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, രാഹുൽ പറയുന്ന ഡയറ്റ് ആയിരിക്കും ഇന്ന് മുതൽ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. രാഹുൽ, ഞാനൊരു കാര്യം പറയാം. നാണക്കേട് കയറി വരുമ്പോ മണ്ടത്തരം പറഞ്ഞ രാഹുൽ എനിക്കാ. എന്താ പറഞ്ഞു? അല്ല, രാഹുൽ കേറി വരുമ്പോ മണ്ടത്തരം പറഞ്ഞ നാണക്കേട് എനിക്കാ. അല്ലെങ്കിൽ ഈ തെലുങ്ക് സിനിമയുടെ ഡബിക്കാന്ന് വിചാരിക്കുവാണ്. ഒരു ദിവസം ഇങ്ങനെ അമ്മാവ രാഹുൽ വന്നു, നീ ഒരു ഗ്ലാസ് സ്ക്വാഷ് എടുത്ത് കൊടുക്കും. ഇതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്ക്വാഷ് എടുത്ത് കുറെ പഞ്ചസാര കലക്കി കൊടുക്കണം. ഷുഗർ പിടിച്ചു മരിക്കും. എനിക്കൊരു ചോറുമില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. ചെയ്യുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നു. നീ കുടുംബം കുളമാക്കിട്ട് നീ അടങ്ങൂല്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരണമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. എന്ത് ടിപ്സ് ആണാവോ? ആരോഗ്യത്തിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകൾ. ചേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് ഈ ചിങ്ങം വരുമ്പോൾ 48. അപ്പൊ ചിങ്ങം വന്നില്ലെങ്കിലോ? 48. എന്നാലും ചേട്ടനെ കണ്ടാൽ ഒരു 60-65 വയസ്സ് തോന്നിക്കില്ലേ? 65 വയസ്സ് തോന്നിക്കത്തില്ലേ? ആര് പറഞ്ഞു? 65 വയസ്സ് ചേട്ടന് തോന്നും. ചേട്ടൻ ഇങ്ങനെ വാരി വലിച്ച് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടന് അല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. BP വരും, കൊളസ്ട്രോൾ വരും. അവസാനം BPയും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടെ ചേർന്ന് ചേട്ടനെ ആക്രമിച്ച് ഹാർട്ട് അറ്റാക്ക് എന്നും പറഞ്ഞൊരു മാരക രോഗത്തിന് അടിമയാവും ചേട്ടൻ. പിന്നെ ഒരു ദിവസം ചേട്ടൻ ഈ കസേരയിൽ ഇരിക്കുമ്പോ നെഞ്ചത്തൊരു വേദന വരും. നെഞ്ചത്തൊരു വേദന വന്നിട്ട് ഒരാളോട് ഒന്നും പറയാൻ പറ്റാതെ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീഴും. അപ്പൊ ഈ ചേച്ചിക്കാരുണ്ട്? ഞാനുണ്ട്. അങ്ങനെ ചേച്ചിക്ക് ഉള്ളത്? നീ മരിച്ചു. ചേച്ചി ഇപ്പൊ വിധവയാ. അവൻ പറഞ്ഞില്ലേ മരിച്ചു നീ. അത് മാത്രമല്ല, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം അസമയത്ത് വന്ന് ചേച്ചിയെ നോക്കി ചിരിക്കും, കൈകൊണ്ട് കോശികൾ കാണിക്കും, നമ്പർ ചോദിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ആര് ചോദിക്കും ചേട്ടാ? ഞാൻ ചോദിക്കൂടാ. ചേട്ടൻ മരിച്ച വിഷമമെല്ലാം മാറുമ്പോ ഒരു വരുമാനത്തിന് വേണ്ടി ചേച്ചി ജംഗ്ഷനിൽ ഒരു കടയിൽ സെയിൽസ് ഗേൾ ആയിട്ട് പോകും. അപ്പൊ അവിടെ വരുന്ന ഏതെങ്കിലും ഒരു നല്ല ചെറുപ്പക്കാരൻ ചേച്ചിയുടെ അവസ്ഥ കണ്ട് ചേച്ചിയെ സ്നേഹിക്കും. ചേച്ചിയും അയാളെ സ്നേഹിച്ച് അവർ ഒളിച്ചോടും ചേട്ടാ. ചേട്ടൻ ആരുണ്ട് ചേട്ടാ? ഞാനുണ്ടാ. ചേച്ചി വിധവയാകും. ചേച്ചി മരിക്കും. ചേച്ചി എത്ര പ്രാവശ്യം നീ പറഞ്ഞടി രാഹുലിനെ കണ്ടുപിടിക്കാൻ? എന്നോട് ക്ഷമിക്കേ. നിർത്തടി. നിങ്ങൾക്കൊക്കെ ഇത്ര പ്രാന്താണോ? പ്രാന്താണോ മാമന്? അല്ല, ഞാനിവിടെ തൂണ് പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവൻ എന്തോ കോക്കാമ്പിച്ച പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് കാട്ടായോ ഈ കിടന്ന് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, എന്റെ ചേട്ടൻ മരിച്ചുപോയി എങ്ങനെ ഇരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതെ, രാഹുൽ പറയുന്ന പോലെ ഡയറ്റ് ചെയ്ത ചേട്ടാ 6 മാസത്തെ കോഴ്സ്. ഞാൻ ഇന്ന് ബാംഗ്ലൂർ പോകും. എന്റെ കൂടെ ഒരു 6 മാസത്തെ കോഴ്സ്. ചേട്ടനെ ഞാൻ 0 സൈസ് ആക്കി തരും ചേട്ടാ. 0 സൈസ്. അവൻ പറഞ്ഞു കേട്ടോ എന്നെ 0 സൈസ് ആക്കുന്നു. പൂജ്യത്തിന് പോലും വിലയില്ലാത്ത അവസ്ഥ. അയ്യോ അങ്ങനല്ല, നമുക്ക് ഇത് കുറയ്ക്കണ്ടേ? കുറയ്ക്കണ്ടേ? അത് കുറയ്ക്കണം. അതുകൊണ്ട് 6 മാസ കാര്യമല്ലേ ഉള്ളൂ. 6 മാസം പോയിട്ട് വാ. ബാംഗ്ലൂർ പോയിട്ട് വണ്ണം കുറച്ച് മിടുക്കിനായിട്ട് വാ.
രണ്ട് മരിച്ചടക്കം നമുക്ക് വേണ്ട, ഒറ്റ മരിച്ചടക്കം മതി. അയ്യോ ദൈവമേ, 6 മാസം കൊണ്ട് ഇങ്ങനെ ആ തടി ഒന്ന് കുറച്ച് കണ്ടാ മതിയായിരുന്നു എനിക്ക്. 6 months later. എടി കുഞ്ഞേ, നീ പറഞ്ഞ പോലെ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല സുഖമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അതാണ് ഞാൻ പറയണത്, നമുക്ക് എപ്പോഴും ശരീരത്തിന് ഡയറ്റും എക്സർസൈസും നല്ലതാണ് അമ്മാവ. ഇപ്പൊ അമ്മാവ അടിപൊളിയായില്ലേ? നല്ല സുഖം. അതാണ്ട് ഇന്നാണ് നമ്മുടെ ചേട്ടൻ വരണത്, ഇന്ന് നമ്മൾ ഞെട്ടും. 6 മാസം ആയി എത്ര? പിന്നെ ഇല്ലേ, അമ്മാവ ഞെട്ടാ തയ്യാറായിട്ട് നിന്നോ. എന്നാ ഒന്ന് കാണട്ടെ അവന്റെ വരവ്. യ്യോ, ദേ, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു. അയ്യോ, ഇങ്ങ് വന്ന്. എന്റെ ദൈവമേ, ഒരു മാറ്റവും ഇല്ല. 2 മാസം ഗർഭിണിയെ പോലെ പിന്നെ. ഏട്ടാ, എന്റെ ഫ്രണ്ടിൽ വരുമോ? ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആണോ? ഞാൻ തുറക്കട്ടെ? എന്താന്ന്? കണ്ണു തുറന്ന് നോക്കട്ടെ? നോക്ക്. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല മാറ്റമല്ലേ? നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ രാഹുലിനെ പോലെ ആയില്ലേ? ഇല്ലേ? എന്ത്? ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും രാഹുലിനെ പോലെ എനിക്ക് എത്താൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ എവിടെ? അവനിവിടെ ഉണ്ട്. രാഹുലേ, കയറി വാടാ. ഇപ്പൊ അതിനുണ്ട്. എന്തോ ചേട്ടാ ഇത്? രാഹുലിനെ പോലെ അവൻ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളെ പോലെ അവൻ രാഹുലിനോടാണോ ഞാൻ പറഞ്ഞത്? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പഠിച്ച പണി 18 ചെയ്തിട്ടും എനിക്ക് രാഹുലിനെ പോലെ ആകാൻ പറ്റിയില്ല. പിന്നെ എന്തോ ഇത്? നല്ല വില കൂടിയ മദ്യവും ഇതിന്റെ പോർക്ക്, താറാവ്, മട്ടൻ എല്ലാം കൂടെ അടിച്ച് കയറ്റി ഞാൻ അവനെ എന്റെ ലെവലിൽ എത്തിച്ചു. ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ രാഹുലിനെ കൂട്ടായില്ലേ? നിനക്ക് വേറെ കാര്യം അറിയോ? എന്നെക്കാൾ 2 കിലോ ഇവന് കൂടുതലാണ്. അയ്യോ ചേട്ടാ, ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ചിരിക്കാതെ ബാറ് തുറന്നു കാണും. നമുക്കൊരു ഫുൾ എടുത്ത് ഒരു ഫുൾ കുഴിമന്തിയൊക്കെ മേടിച്ച് ആ പണയിലങ്ങനെ ഇരുന്ന് അടിക്കാം. അതിന് മുമ്പ് ഇനി നീ പറ, ഞാൻ രാഹുലിനെ പോലാകണോ അതോ ഞാൻ തന്നെ ആയാ മതിയോ? നിങ്ങൾ തന്നെ ആയാ മതി. അതാണ്. പ്രിയമുള്ളവരെ, അതിവാശിയേറിയ സൂചിയിൽ നൂലുവരിപ്പ് മത്സരമാണ് ഈ ഫ്ലോറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സൂചിയിൽ നൂല് കോർക്കലായിരുന്നോ? ഞാൻ നൂലില് സൂചി കോർത്തോണ്ടിരിക്കായിരുന്നു. കയ്യിലെന്ന് വെച്ച് കുത്തി ചോരയൊന്നും ആക്കല്ലേ, കളക്കപ്പെടുത്തരുത് ഫ്ലോർ. മാഡം വരണം മാഡം, ഇത് ഇവരോട് എല്ലാരോടും കറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതിപ്പോ കയറോടി, ഇപ്പൊ കഴിയും. എപ്പോ കഴിയും? ഇത് ഒരു കണക്കിന് ചെയ്തോണ്ടൊരു മൈൻഡ് ഇടയ്ക്കൊന്നും. ഇവനാണ് പ്രശ്നക്കാരൻ മാഡം, ഇവൻ മാത്രമാണ് ഇത് പ്രശ്നക്കാരൻ. കേരളത്തിൽ സൂചിയിൽ നൂല് കോർക്കണ വലിയ ഇത്രയും ക്രിമിനൽ കുറ്റമാണ്. നീ വെച്ച് നേരെ തിരിച്ചാണ് ഇത്രയും നേരം ചെയ്തോണ്ടിരുന്നത്. കേരള നീ ഒന്നും ചെയ്യും. എനിക്ക് പറ്റത്തില്ല. പ്രിയ സുഹൃത്തുക്കളെ, ലെൻസ് വെക്കാണ്ട് കണ്ണ് കാണാതെ അതാ ഡയാന ഹമീദ് നൂല് സൂചിയിൽ കോർത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പ്രായമൊന്നുമല്ല എന്ന് പറഞ്ഞ് തിമിരം ബാധിച്ചാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നോബി മാർക്കോസ്. നോക്കൂ, ഇതൊന്നുമല്ല, നാരങ്ങ കൊണ്ടുപോകും സൂപ്പറായിട്ട്. അണ്ണൻ പോക്കറ്റിൽ എനിക്ക് കിട്ടി. എല്ലാവർക്കും കിട്ടിയോ? ചേട്ടന് കിട്ടിയില്ല. എല്ലാവർക്കും കിട്ടിയല്ലേ? എന്നാ എല്ലാവരും ഒരു സൈഡിലേക്ക് പോയി. കിട്ടിയവരൊക്കെ ഒരു സൈഡിലേക്ക് മാർക്കേ. റെഡിയാണോ മാഡം? കൂടെ 2 പേര് തകർത്തിയായിട്ട് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും കൂടെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. ഹലോ, സ്റ്റിച്ച് ചെയ്ത് മതി. പ്രിയ സുഹൃത്തുക്കളെ, നൂലില്ലാണ്ട് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്ന ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ചേച്ചിയുടെ പേര്? ശാരികേ, നിന്നെ കാണാൻ താരകം താഴെ വന്നു. ആശംസകൾ നമുക്ക് കൊടുക്കാം. ചേച്ചിയുടെ പേര് എങ്ങനെയാ? സരിത. എങ്ങനെയാണെന്നറിയില്ല, സോറി. റെഡി? ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യുന്നത്? പൊളിക്കും. നല്ലൊരു കൈഡി കൊടുക്കണം. അപ്പൊ ചേച്ചി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി ചാർജ് ആവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും ചിരിക്കണം. അതായത് ചിരിക്കൂട്ടവും നാട്ടുകൂട്ടവും നമ്മുടെ പ്രമാണിയും ചിരിക്കുന്നതിനനുസരിച്ചായിരിക്കും ബാറ്ററി ചാർജ് ആവുക. ഓക്കെ? ആ ചാർജ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ നേടാൻ പറ്റും. ചിരിക്കാതെ തമാശ ഉണ്ടാവണേ. ഞങ്ങൾ ആത്മാർത്ഥ ചിരിക്കും. ഇവരെ കാര്യം ചെറിയ ഡൗട്ടാണ്. എന്നാ ഞാൻ ബാറ്ററി ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ആക്ടിവേറ്റ് ബാറ്ററി പ്ലീസ്. ചേച്ചി അക്കരെ ഇരിപ്പുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇവരും കൊണ്ട് തോറ്റെന്റെ ദൈവമേ. ഹലോ, അതെ, നിങ്ങളുടെ 5 മിനിറ്റ് ഒന്നും മിണ്ടാണ്ടിരിക്കൂ. മിണ്ടുന്നില്ല. എന്നെ വിളിച്ച് മിണ്ടാതിരിക്കാൻ പറ. നീ ആരാടാ? അതെ, ഞാൻ ഇവിടുത്തെ അന്റാപ്പീസിലെ മുതലാളിയാണ്. നിങ്ങളുടെ ഈ ബഹളം കാരണം ഇവിടുത്തെ സൈറത്തിന്റെ ശബ്ദം പുറത്ത് ഇവിടെ ഇന്ന് ഞാൻ തുടങ്ങിയ നിങ്ങളെ കേക്കണം. പറയേച്ചി, ഇവളിവിടെ ഒന്നുമില്ലാതെ നിക്കുവായിരുന്നു. എങ്ങോട്ട് കയറി പോവാ? അവളിവിടെ പണി ഒന്നുമില്ലാതെ നിക്കുവായിരുന്നു. അവളെ ഇവിടെ പിടിച്ചിരുത്തി തയ്യൽ പഠിപ്പിച്ച്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി നോബിയണ്ണ എന്തോന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഭ്രാന്തണ്ണ. കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നാ പറഞ്ഞേ. ഇവളെ ഇവിടെ പിടിച്ചിരുത്തി തയ്യൽ പഠിപ്പിച്ച് ഞാൻ കളിക്കുന്ന സ്റ്റെപ്പ് കണ്ടു പഠിച്ച് അവള് പുതിയ ട്രൂപ്പ് തുടങ്ങിയേക്കുന്നു. കണക്കായി പോയി ട്രൂപ്പ് തുടങ്ങിയെങ്കിൽ ഞാൻ പോവുക. ഞാൻ ഇവിടുന്ന് പോവുക. ഇനി എന്നാ എന്റെ രാജചുരി തുറന്നോ, പിടിച്ചോ. അങ്ങനെ നിന്നെ ഞാൻ വിടത്തില്ലടി. ഇന്നാണ് നിന്റെ അപ്പോയിന്റ്മെന്റ്. നിക്കറ് ഇത് നിങ്ങളുടെ കെട്ടിയനുണ്ടോ? എനിക്ക് തരാനുള്ള പൈസ തരാതെ നിന്നെ ഇവിടെ ഞാൻ വിടത്തില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടടി. വിജയമ്മ, ഞാൻ ആദ്യമായിട്ടാ തുമ്മല് വൻ വിജയം ഒന്ന് കേൾക്കുന്നു. എന്റെ പേരാ പറഞ്ഞത്, വിജയമ്മ. അല്ല, കൈകൊട്ടിക്കളി മോഷണം പോയെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരു കേസ് വന്നായിരുന്നല്ലോ. അതാരാ വന്നേ? ഞാനാ സാർ, രാജ. എന്റെ പാട്ടാ സാറേ ഇവിടെ അടിച്ചു മാറ്റിയത്. നിർത്തടി, നീ വെറും രാജയല്ലേ, ഇളയരാജയൊന്നും അല്ലല്ലോ. സംഗീതം മോഷണം പോയെന്നും പറഞ്ഞ അവളൊരു കേസ് കൊടുത്തേക്കുന്നു. എന്തിനാ അടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല സാറേ, എനിക്ക് ഇച്ചിരി പലതരം ക്രിമികടികൾ കണ്ടിട്ടുണ്ട്. എന്നാ ബീജിട്ടുള്ള ഒരു ക്രിമികടി കാണുന്നത്. സാറേ, എന്നെ കൈകൊട്ടിക്കളി ഇവളോ സാറേ വിജയമ്മ നോക്ക് നിക്കേ. നിരാലംബയായ സാധാരണപ്പെട്ട ഒരു പെണ്ണ് കുഞ്ഞിനെ തല്ലിയിരിക്കുന്നു. ഈ പാവപ്പെട്ട കുഞ്ഞിനെ തല്ലിയതിന് കേരള പോലീസ് ചോദിക്കും. മോളെ, കേരള പോലീസ് കൂടെയുണ്ട്. മാറി നിക്കണ ഇങ്ങോട്ട്, മാറി നിക്കാൻ. നല്ല പോലെ വരുന്നായിരുന്നു. എന്ത് പറ്റി? വരുന്നില്ല. ഇതാണോ മാഡം ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും പവർ ഇല്ലായിരുന്നു സാർ. ഞാൻ വെറും ഒരു പാവമാണ്, ആരെയും ദ്രോഹിക്കാത്ത ഒരു പിഞ്ചു പാവം. അതാണോ കുറച്ചു മുമ്പ് ഞാൻ അവിടെ കണ്ടത്? പാമ്പഴയുന്ന പോലെ ഇളയുന്ന പോലെ ഒരു ഇത്. സാറേ, എന്താ നിങ്ങളുടെ പ്രശ്നം? പറ സാറേ. പറ. എനിക്ക് ഇച്ചിരി നിന്റെ പാട്ടുകൂത്ത് കാണാമെന്നല്ല സാറേ. മിണ്ടിപ്പോരുത്. നീ പറ. എന്റെ പൊന്ന് സാറേ, ഇവർക്കൊരു ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങൾക്കൊരു കൈകൊട്ടിക്കളി ട്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിലെ പാട്ടും ഡാൻസും ആയി ഇവിടെ അടിച്ചു മാറ്റി പോലെ ട്രൂപ്പ് ഉണ്ടാക്കി. എനിക്ക് ഇന്നൊരു തീരുമാനം. ഈ ട്രൂപ്പ് എന്റെയാണോ ഇവളുടെ ആണോ? ഇന്നൊരു തീരുമാനം അറിയിക്കാം. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ കിളവിക്ക് ഈ ട്രൂപ്പ് എടുക്കാം. അയ്യോ, എനിക്ക് വേണ്ട. ആ ചേച്ചിക്ക് കൊടുത്തേക്ക്. എനിക്ക് വേണ്ട, ആ തളക്ക് തന്നെ കൊടുത്തോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടല്ലോ? വേണ്ട. എന്നാ എനിക്ക് വേണം. അതെന്തിനാ സാറേ? കേരള പോലീസിന് കൈകൊട്ടിക്കളി ഒരു ട്രൂപ്പ് ഉണ്ടെങ്കിൽ പുളിക്കുവോ?
ഡാൻസ് കളിച്ചതിന്റെ കരച്ചിലാണോ അതോ കിറ്റ് അടിപൊളിയായതിന്റെ കരച്ചിലാണോ? തെറ്റിപ്പോയോ? ഞങ്ങൾക്ക് തെറ്റുണ്ടെന്ന് മനസ്സിലായില്ലെന്നാ. നന്നായിരുന്നു. അതെ, ഇത് സ്കിറ്റ് അറിയാവുന്ന ചേച്ചിക്കല്ലേ. എന്നെ ഇത് വലിയ വിഷമം വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങൾ കേക്കട്ടെ, പറ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക്. എന്നിട്ട് തെറ്റിപ്പോയോ? ഇല്ല, പോയില്ല. പോകുന്നു പേടിയായിരുന്നു. എവിടെ പോവുന്നു? എന്നിട്ട് എന്ത്? ഇപ്പൊ ടെൻഷൻ പോയില്ലേ? ആ ക്രൂ മെമ്പേഴ്സ് ഒക്കെ എല്ലാരെയും നോക്കിക്കേ, നമ്മളെ മാത്രല്ല, അവിടെ എല്ലാരെയും കണ്ടോ? എന്നാ എല്ലാരും എന്നാ ചെയ്യുന്നേ? കൈയടിക്കുന്നാന്നോ? അതിന്റെ മീനിങ് എന്നാ? നല്ലതാണ്. അല്ല, ഇവിടെ വരുന്നതിന് മുമ്പേ ആരെങ്കിലും കളിയാക്കോ എല്ലാം ചെയ്ത്? ഒത്തിരി കളിയാക്കലുണ്ട്. ആരാ? വീട്ടിൽ നിന്നാന്നോ കളിയാക്കിയ? പുറത്തും എല്ലായിടത്തും. എന്തിനാ? എന്റെ പല്ലിങ്ങനെ പല്ലിനെന്താ കുഴപ്പം? ചേച്ചി പല്ല് നേരെ ഇരിക്കുന്ന എത്ര പേര് ഇതുപോലത്തെ ഈ ഫ്ലോറിൽ വന്നെന്ന് ചേച്ചി തിരിച്ചിനി കാണിച്ചു കൊടുക്കും. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യല്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. എന്തിനു? എല്ലാരും പറയും നിന്റെ ഫോട്ടോ ചില്ല് ഇടാൻ പറ്റത്തില്ല, പൊട്ടിപ്പോ ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല ചില്ല്. അത് പഴയ കോമഡിയാണ് ചേച്ചി. ഒരു കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര, പക്ഷെ എനിക്കിങ്ങനെ വരാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഞാനും എന്റെ കൊതി കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരെ പോയിട്ടുണ്ട് ഒത്തിരി. പിന്നെ ഇവര് ജീനാമെ പരിചയപ്പെട്ടു. ഞാൻ ജീനാമനെ എവിടുന്ന വഴിന്ന് കിട്ടിയോ? അല്ല, ഞങ്ങളൊരു ജീനാമെ കണ്ടല്ല പരിചയം ഉണ്ടാക്കി. ജീനാമ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്താ നമ്മള് ഒരു പരസ്യം. അതെ. അപ്പൊ കേക്കട്ടെ, അപ്പൊ ജീനാമനെ കണ്ടുപിടിച്ച എവിടുന്നാ? ഇവരൊരു നാടകത്തിന്റെ തിയേറ്റർ ഡ്രാമ തുടങ്ങിയപ്പോ അവരെന്നെ വിളിച്ച്, അങ്ങനെ ഞാൻ ചെന്ന് ഞങ്ങൾ 2-3 സ്റ്റേജ് ചെയ്ത്. ഇപ്പൊ ചെയ്യുന്നില്ല. അങ്ങനെ ജീന പരിചയപ്പെട്ട് എനിക്ക് ഇവളെ പരിചയപ്പെടുത്തുന്നത് വേറൊരു കോമഡി ഒക്കെ ചെയ്യുന്ന ഞങ്ങള് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 3 പേർക്കും ആഗ്രഹമുണ്ട്, നമുക്ക് 3 പേർക്കും ഓരോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ ഇവക്ക് ഇവിടുത്തെ നമ്മുടെ ഇതിന്റെ ഓഡിഷന്റെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ ഓഡിഷൻ വന്നത്. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് ചെയ്ത ആരാ സ്ക്രിപ്റ്റ് ഒക്കെ? ഞങ്ങള് കൊണ്ടുവന്ന്, പക്ഷെ അത് എല്ലാം മാറ്റി ഞങ്ങൾ റെഡിയാക്കി തന്നത് വിഷ്ണു ആണ്. ഓ, വെരി ഗുഡ് വിഷ്ണു. അതെ, ഇല്ലല്ലോ. ഒന്ന് വരാമോ? ഒന്ന് വരാമോ? വിഷ്ണു ഗോപാൽ. അപ്പൊ ഇവര് കൊണ്ടുവന്ന സാധനത്തിനെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. അങ്ങനെയാണ് അല്ലെ? പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നോ വിഷ്ണു കൂടെ? ഈ സ്കിറ്റ് ഇരുന്ന് പറഞ്ഞു കളിച്ചാൽ ഇത് വർക്കൗട്ട് ആവില്ല. അപ്പൊ ഞാൻ ഇരുന്ന് ഇവർ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇരുന്ന് പറഞ്ഞു കളിക്കായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു നിന്ന് കളിച്ചാൽ ഇത് വർക്കൗട്ട് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് വേറെ ദൂരെ നിന്നാലും എന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത സ്കിറ്റാണ്. ശരി, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? സൂപ്പർ. ഓൾറൈറ്റ്, അപ്പൊ ശ്വേത ചേച്ചി എന്ത് പറയുന്നു? നമ്മുടെ ബാറ്ററി നമുക്ക് കാണാനുള്ള ടൈം ആയിരിക്കാന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമേ, ബാങ്ക് ഇങ്ങോട്ടേക്ക് വരുവാണല്ലോ. ഏറ്റവും സന്തോഷം എന്താ അറിയോ, നിങ്ങൾ 3 പെണ്ണുങ്ങള് സൂപ്പർ എനർജി ആയിട്ടാണ് പെർഫോം ചെയ്തത്. സൂപ്പർ. ഓക്കെ, അപ്പൊ എത്രയാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ? ടെൻഷൻ ആവുന്നില്ല കർത്താവേ. ശരി, നമുക്ക് എന്തായാലും ബാറ്ററി നോക്കാം. എത്രത്തോളം ബാറ്ററി ചാർജ് ആയെന്നുള്ള നോക്കാം. അങ്ങോട്ടേക്ക് നോക്കിക്കോ. നമ്മുടെ പെൻ പടകൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഇത്രയും പോലും എടുക്കണോ? തിരിച്ചെടുക്കണോ? കുറച്ചെടുക്കട്ടെ. അല്ല, ഉദ്ദേശിച്ചത് എത്രയായിരുന്നു? ബാക്കി നമുക്ക് അറിയത്തില്ല എങ്ങനാന്ന്. എങ്ങനാന്ന് അറിയത്തില്ല. എനിക്കൊരു നമ്പർ കിട്ടിയിട്ട് ഞാൻ അവരുടെ അക്കൗണ്ടിൽ ഇത് അയക്കാൻ പോവാണ്. 2000 and ഇതാ. യെസ്, കിട്ടിയിരിക്കുകയാണ്. സന്തോഷായില്ലേ? ഓക്കെ,
20,000 rupees. Congratulations. ഇത് അടുത്ത പ്രാവശ്യം ഡബിൾ ട്രിപ്പിൾ ആക്കണം. പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പല്ലിന്റെ കാര്യം എന്താണ് പറഞ്ഞ? ഇത് ഇച്ചിരി കൂടെ പൊങ്ങിയായിരുന്നു. അപ്പൊ നമുക്കൊരു സെൽഫി എടുത്താലോ? അതെ. അല്ലേ? തിരിച്ചോ? ഇനി ആ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നത്? സുന്ദരി സുന്ദരി സുന്ദരിയാണ്, എല്ലാരും സുന്ദരിയാണ്. അമ്മയച്ഛനൊക്കെ വരൂ വരൂ. അമ്മയച്ഛനും അപ്പുറത്ത് വരൂ. അങ്കിളിന്റെ അനുഗ്രഹം മേടിച്ചോ? മേടിച്ചോണോ? മേടിച്ചോ അനുഗ്രഹം മേടിച്ചോ? അച്ഛൻ അമ്മേരെ അച്ഛൻ്റെ അനുഗ്രഹം. ഊതീർക്കല്ലേ താലിയിട്ട് എറിയാവുന്നേ. അപ്പൊ എല്ലാം സെറ്റാന്ന് തോന്നുന്നു. സന്തോഷാണോ? സന്തോഷ. പെണ്ണ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെണ്ണ് കല്യാണ പെണ്ണ് ഒന്ന് ബാക്കി പരിപാടി സെറ്റ് ആയാലേ അങ്ങോട്ടേക്ക്. എല്ലിന ചെറുക്കന്റെ ടീം റിച്ച് ആണ്, എല്ലാം കോട്ട് സൂട്ടാണ്. ഗഞ്ചിമൂട് കാന്താരി. അപ്പൊ നിങ്ങൾ എല്ലാരും സദ്യ കൊണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ. പിന്നെ ചെറുക്കന്റെ വീട്ടുകാർക്ക് ഇരിക്കണ്ടേ, അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് ശരി, ഓക്കെ. അവിടെ ഇരിക്കും. കല്യാണമാണ്. കല്യാണം നിന്റെ ചെയ്യാൻ പറഞ്ഞ ഇക്കളിയാണോ? കല്യാണമല്ലേ? അതെ, നമ്മുടെ മെയിൻ ഗസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. കേട്ടോ. നിങ്ങൾ വിളിച്ചാ വന്നപ്പം ഞങ്ങള് വിളിച്ചെന്ന് അതുകൊണ്ടാ വന്നെന്ന്. അപ്പൊ ചെറുക്കാൻ റെഡിയാണോ? അമ്മ അച്ഛനൊക്കെ റെഡിയാണ്. ഇങ്ങനെ എന്നിട്ട് അറിയില്ല, ബാറ്ററി ചാർജ് ചെയ്യട്ടെ? സോറി, ബാറ്ററി ചാർജ് ആവട്ടെ. ചാർജ് ആയി എങ്കിൽ മോനെ അടിച്ചു പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ബാക്കി നമുക്ക് സ്റ്റേജിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. എടാ മോനെ, കല്യാണത്തിന് മുന്നേ നിന്റെ സമനില തെറ്റിയാടാ. പിന്നെ കൊച്ചു പിള്ളേരുടെ കഴുത്തിൽ ഇത്രയും വലിയ മാല ഇട്ട് വന്നാ അവളുടെ ബാലൻസ് തെറ്റൂലേ? എന്നാ പിന്നെ നിനക്ക് ആ മാല ഊരി വെച്ചാ പോരേടാ. ഏയ്, ഞാൻ ഈ മാല ഊരി വെച്ചാ ഞാൻ കല്യാണ പയ്യനാന്നും പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അങ്ങ് വിശ്വസിക്കല്ലോ. എടാ മോനെ വന്നേ, മുഹൂർത്തത്തിന് സമയം വന്നേ. അച്ഛൻ എനിക്ക് ഭയങ്കര ടെൻഷനാ. എടാ മോനെ, നിനക്ക് എന്തിനാടാ ഇത്രക്ക് ടെൻഷൻ? നീ അച്ഛൻ്റെ ഒരു കാര്യം പറ. അത് ആദ്യത്തെ കല്യാണം ആയതുകൊണ്ടാ, അടുത്തേല് മാറിക്കോളും. എടാ അച്ഛൻ്റെ ഒരു കാര്യം പറ. അച്ഛന്റെ മുഖത്ത് നോക്കിയത് ഞാൻ എങ്ങനെ പറയും അച്ഛാ? എടാ മോനെ, നീ താറേ നോക്കി പറ, ഞാൻ നിന്നെ മുഖത്ത് നോക്കി കേക്കാം. അച്ഛന്റെ മുമ്പ് ഞാൻ ഒന്നും മറച്ചു വെക്കൂല. എടാ മോനെ, നീ എന്റെ മുന്നിൽ മറച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ മണ്ഡപത്തിൽ ചെന്ന് ആൾക്കാരുടെ മുന്നിൽ മറച്ചു വെക്കണടാ. അഴിച്ചിട്ടാ അങ്ങോട്ട്, അഴിച്ചിട്ടു. അഴിച്ചിട്ട് മടക്ക അഴിച്ചിടാൻ പറഞ്ഞപ്പോ മുണ്ടോടെ എടുത്ത് അഴിച്ചിട്ട് എടുത്തു കൊടുക്കടാ. ആൾക്കാരുടെ മുന്നിൽ തൊലി ഉരിഞ്ഞു നിക്കാണ് ഞാൻ. ല്ലേ അച്ഛാ, എനിക്ക് ഭയങ്കര ടെൻഷൻ അച്ഛാ. എടാ മോനെ, നിന്റെ ടെൻഷനൊക്കെ നിന്റെ ആദ്യരാത്രി മാറിക്കോളൂടാ. മാറിക്കോളൂ? മാറും അച്ഛാ. പകലൊന്ന് കഴിയട്ടാ, എന്നിട്ട് പോരാടാ നിന്റെ ആദ്യരാത്രി. അച്ഛാ, പെണ്ണ് ചെറിയ പുഴിപ്പല്ലുണ്ട് അച്ഛാ. പറയണ ആൾക്ക് പിന്നെ മുന്തിരി മുട്ടാണല്ലേ വെച്ചിട്ട് പറയല്ലേ, അല്ലെങ്കിലേ മുന്തിരി മുട്ട് പൊഴിഞ്ഞ് താഴെ പോവും. കല്യാണ പെണ്ണ് മണ്ഡപത്തിൽ ഇങ്ങോട്ട് വരുന്നു. എടാ, അത് കല്യാണ പെണ്ണൊന്നും അല്ല. പിന്നെ ആരാ? അത് നിന്റെ അമ്മ. അമ്മ ഒരു മുടി എടുക്കാൻ പറ്റുന്നില്ല. അമ്മ അമ്മ കമ്മ കമ്മാന്ന് വിളിക്കണ്ട, ഞാൻ നിന്റെ അമ്മ തന്നെയാ. എടിയാവിനെ കുറ്റം പറയണ്ട. എന്റെ ഈ ഒരുക്കം കണ്ടാത്തൊന്നു നീയാണ് കല്യാണ പെണ്ണെന്ന്. സത്യം പറയടി, നീ എന്നെ കളഞ്ഞത് രണ്ടാമത് കിട്ടാൻ പോണ. നിങ്ങൾക്ക് അസൂയല്ലേ മനുഷ്യ?
ഞാൻ കഷ്ടപ്പെട്ട് ഒരു സാരി എടുത്തു തന്നതിന്റെ അസൂയ. നിനക്കൊരു കാര്യം ഓർമ്മയാണ്, ഇവിടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ അതെന്റെ സാരിയാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. എടുക്കാൻ സമയം നീ ഇങ്ങ് വന്നേ. അമ്മ എനിക്ക് ഭയങ്കര ടെൻഷനാ അമ്മ. കല്യാണമായ കുറച്ച് ടെൻഷനൊക്കെ കാണും, നീ ടെൻഷൻ അടിക്കണ്ട. നിനക്കറിയോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഞാനിങ്ങനെ മുഖത്തൊന്ന് നോക്കിയത് തന്നെ. അതുകൊണ്ട് അച്ഛൻ നമുക്ക് അത്രയ്ക്കും കൊള്ളത്തില്ലായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. എന്നാലും ആ കല്യാണ പെണ്ണവിടെ ഒരുങ്ങി നിക്കുന്നുണ്ട്. എന്ത് തങ്കപ്പെട്ട പെണ്ണായിരുന്നു. തങ്കപ്പെട്ടന്റെ പെണ്ണ? തങ്കപ്പെട്ടന്റെ പെണ്ണല്ലട മണ്ട, തങ്കപ്പെട്ട പെണ്ണ്. അമ്മ എനിക്ക് ഭയങ്കര ക്ഷീണമ്മ. അയ്യോ മോനെ, എനിക്ക് ജ്യൂസ് അലക്കാൻ അറിഞ്ഞൂടാ. 10-20 കുടുംബം കലക്ക് ഇവക്കാടാ ജ്യൂസ് അലക്കാൻ അറിഞ്ഞൂടാ. പോയി കലക്കടി. പിന്നെ ഞാനിപ്പോ ജ്യൂസ് കലക്കിയത് തന്നെ. എടാ അവളിപ്പോ കഷായം വരെ കലക്കിക്കേണ്ടി വരും. എടാ പെണ്ണുങ്ങളും നിലയ്ക്ക് ഉയർത്താൻ പഠിക്കണം. അച്ഛൻ ഇപ്പ കാണിച്ച. എടി നീ ഇവിടെ നോക്കി നിക്കണ, പോയി ജ്യൂസ് കലക്കടി. ജ്യൂസ് കലക്കിയില്ലെങ്കിലോ എന്റെ പൊന്നു മോളെ, ഇന്ന് ഒരു ദിവസമെങ്കിലും ഞാൻ പറയണോ ഒന്ന് പോയി ജ്യൂസ് കലക്കോ. അങ്ങനെ പറ. പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തിപ്പിക്കണം എന്നാണോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇതുപോലെ നിലയ്ക്ക് നിക്കണം എന്നാണോ? എടാ ഒരു വിധത്തിൽ നോക്കിയ കല്യാണം കഴിക്കാത്ത എന്താ നല്ലത്? എന്താ അച്ഛാ? എടാ നീ ഈ ചരടി ഉണ്ടോ? ആ കണ്ട്. ഈ ചരടെ മുണ്ടഴിഞ്ഞു ഇരിക്കാൻ വേണ്ടി കെട്ടിയതൊന്നുമല്ല. പിന്നെ എന്തിനാ അച്ഛാ? ഇതിന്റെ ഒരറ്റം നിന്റെ അമ്മയുടെ കയ്യില. അമ്മ അങ്ങോട്ട് വലിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, നിന്റെ അമ്മ ഇങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട്. അറിഞ്ഞോ ആ പാചകപ്പുരയില് ഭയങ്കര അടി നടക്കുന്നു. ഞാനറിയാതെ ഈ വീട്ടിൽ അടിയോ? എടി നീ പോയി എന്റെ ഗ്ലാസ് എടുത്തോണ്ട് വാ, ഞാൻ പോയി 2 അങ്ങോട്ട് അടിച്ചിട്ടങ്ങോട്ട് അടിയല്ല പിന്നെ അഴക്ക് നടക്കുന്നെന്ന്. അയ്യോ ആരൊക്കെ ആയിട്ട്? കല്യാണത്തിന് കുറെ സെലിബ്രിറ്റീസ് വന്നില്ലേ? നോബിന്റെ പപ്പടം പൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൊടിയാക്കി. എന്താ നോബി മോനെ ഞാൻ ഈ കേക്കുന്ന? പപ്പടം പൊടിഞ്ഞു എന്ന് പറഞ്ഞ ഒരാളെ തവിട് പൊടിയാക്കാണ് ചെയ്യണം. അതെ, പപ്പടം സീഡ് പോലെ എടുത്ത് വിഴുങ്ങാവല്ലോന്നല്ല, പപ്പടം പൊടിച്ച് തിന്നാളെയാണ്. നമ്മളെ വിളിച്ചു നമ്മള് വരുമ്പോ പൊടിയാത്ത പപ്പടം തന്നൂടെ മാമ? പാചകപ്പുരന്നൊരു മദാമ ഇറങ്ങി ഓടുന്നു. എടാ അത് മദാമയൊന്നും അല്ല, പിന്നെ എടാ അതാ എലീന കൊച്ചാണ്. പാൽപ്പായസത്തിൽ വീണിട്ട് ഓട്ടം കണ്ട മദാമനെ വരെ തോപ്പിക്കും. നമ്മളെ കല്യാണത്തിന് ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ, നമ്മളെ ശ്രീവിദ്യ ചേച്ചി. ഞാൻ ഇന്നലെ എന്റെ കല്യാണത്തിന് ഒരു ആശംസ വീഡിയോ തരുമോന്ന് ചോദിച്ചു. അതിന് 2000 രൂപ ആണെന്ന്. എന്നിട്ടൊരു ഗിഫ്റ്റ് വല്ലതും തരാണ്ടിരിക്കണ ഇരിപ്പുണ്ടോ? സമ്മാനായിട്ട് 2 കലം ഒരു ചരുവയും കൊണ്ടു. എടി അത് സമ്മാനമായിട്ട് കൊണ്ടു തന്നെയൊന്നുമല്ല, പിന്നെ ഇവിടെ ചോറും കറിയൊക്കെ ബാക്കി വരുമ്പോഴേ കൊണ്ടുവന്നെയാണോ കാലം ചരുവ? ഇതൊക്കെ പോട്ടെ, ഇവിടെ വിളിക്കാതെ ഒരാള് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പേരെടുത്ത് പറയണോ? കുട്ടിയെങ്കിലും ആൾക്കാരൊക്കെ എന്താ വിചാരിക്കും? മോശമല്ലേ? അഖിലേ മാമ ഒരു കാര്യം പറയട്ടാ, വലിയ നടനൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും വിളിക്കാത്ത കല്യാണത്തിനുള്ള പോക്ക് നിർത്തിക്കൂടെ? കൂടെയുള്ളവരെല്ലാം കെട്ടിപ്പോയി, ഇപ്പോഴും കെട്ടാതെ നടക്കുകയാണ്. ഇവിടെ ഒരു കല്യാണം നടക്കുകയാണ്, ഇപ്പൊ അന്നൊന്ന് കെട്ടിയിട്ടങ്ങ് പോവാ. പോയി വെറ്റിലെടുത്തോണ്ട് വാ, ദർശനം എടുക്കാൻ സമയമായി. ദർശനേ ദക്ഷിണ. ആ ശരി, ഞാൻ എടുത്തോണ്ട് വരാം. ശ്വേത ചേച്ചി എന്റെ മോനെ ദക്ഷിണ കൊടുക്കണേ, അംഗീകരിക്കണേ. ആ ദക്ഷിണ തരൂ എനിക്ക്. ദക്ഷിണ അങ്ങോട്ടല്ല വരണ്ടേ, ഇങ്ങോട്ടാ. ശ്വേത ചേച്ചി പൈസയൊക്കെ വാരി കൊടുക്കുന്ന ഒരാളല്ലേ, അതിനകത്തൊരു 10,000-30,000 ഒക്കെ താ ശ്വേത ചേച്ചി. അവിടുന്ന് 10 പൈസ കിട്ടാൻ പോണില്ല. നിനക്കൊന്നും തന്നിട്ട് ഒരു പ്രയോജനം ഇല്ല, ശ്വേത ചേച്ചിക്ക് അറിയാം. അയ്യോ ചതിച്ചു മക്കളെ, ആ പെണ്ണ് നമ്മളെ ചതിച്ചു. എന്നെ അമ്മ ആ പെണ്ണ് പറയാ, ആ പെണ്ണ് നിന്നെ കെട്ടിക്കഴിഞ്ഞാ അവള് ലക്കിയാവത്തില്ലെന്ന്. ആ പെണ്ണ് പറഞ്ഞ ശരിയല്ലേ? ആ പെണ്ണിനെ കെട്ടി ആ പെണ്ണങ്ങനെ ലക്കിയാവും, ഞാനല്ലേ ലക്കി? ഓ അതല്ല, നിന്റെ ടെൻഷൻ കാരണം ടെൻഷൻ ഇല്ലാത്ത ഒരുത്തനെ അവള് കറക്റ്റ് മുഹൂർത്തത്തിൽ കെട്ടി. അച്ഛാ
ഇതാണ് മോനെ നിനക്ക് ടെൻഷൻ ഫ്രീ ജീവിതം. ആവേശം പേരും അന്നും ഇന്നും കിറ്റും മുണ്ടും നിന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കും. എന്താ റീസൺ അറിയാമല്ലോ അല്ലേ? അറിയാം. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒറ്റ മുണ്ട് വെച്ചേ ഇവ എത്ര നേരം ചിരിപ്പിച്ചത് ഡയലോഗ് തെറ്റാണ്ട്. അല്ല ടൈമിംഗ്, ഡയലോഗ് മാത്രമല്ല ടൈമിംഗ്, ക്യൂ എല്ലാം. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അങ്ങേറ്റ് സ്പെക്സ് വെച്ചേക്കുന്ന ആന്റിയെ കണ്ടോ? ആന്റി ഇരുന്നിരുന്നിരുന്നിരുന്ന് ചിരിച്ച് ആന്റി ഇവിടെ ഒക്കെ വേനെടുക്കാൻ തുടങ്ങി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എന്നാ പറഞ്ഞേ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമായിരുന്നു. മോൻ അടിച്ചു പൊളിച്ചു. ഞാൻ ഇവരുടെ ഈ ഒരു കല്യാണ തിരക്കും കാര്യങ്ങളും ഇവന്റെ ഈ ടെൻഷനും ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ വിസ്ലേഴ്സ് ഗാങ്ങിനോട് തന്നെ ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ എത്ര പേർക്ക് കല്യാണം കഴിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നു? ആർക്കും ഇല്ലായിരുന്നോ? എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ടെൻഷൻ? കാണുമ്പം തന്നെ പേടിയായിരുന്നു. താലിയിട്ടപ്പോ കൈവിറക്കോന്ന് പേടിച്ചെന്ന്. കൈ വിറച്ചില്ല, എന്ത് ചെയ്ത് പക്ഷെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ കരഞ്ഞു പോയി. ഞാൻ 30-ലാ കല്യാണം കഴിച്ചത്. അതിന്റെ ഒരു ടെൻഷൻ പക്ഷെ അത് 30 വർഷം ബാക്കല്ലേ. പക്ഷെ കെട്ടി കഴിഞ്ഞപ്പോഴേ ഇത് ഒരു ടെൻഷനും ഇല്ല. ഇപ്പൊ എന്നാ ടെൻഷൻ? ഭാര്യ ടെൻഷൻ ആണോ? ആളെ പറഞ്ഞു വിട്ടു ഞാൻ. എങ്ങോട്ട്? ദുബായിലേക്ക് പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ ജൂണിൽ വരുമ്പോ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയും കഥകളൊക്കെ കേൾക്കാം. മക്കളെ, നിങ്ങൾ ഇനി ഇതുപോലൊക്കെ ടെൻഷൻ അടിക്കാനുള്ള നിനക്ക് ഇപ്പഴേ ടെൻഷനോ? അല്ല, എനിക്ക് പറയാൻ വന്ന ഒരു സാധനം ഉണ്ട്. എന്നതാ? സെറ്റല്ലേ? ഇത് നിസ്സാരം, എല്ലാം നിസ്സാരം. അതാര് പറയും? ഹലോ എടാ, നിസ്സാരമാണ്. അതെങ്ങനെ നിസ്സാരം? നമുക്ക് ബാറ്ററി നോക്കണ്ടേ? അതെ, നോക്കാം. ബാ, ബാറ്ററി വരട്ടെ. ഞങ്ങളുടെ പിള്ളേർക്ക് എത്ര കിട്ടി നോക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പിള്ളേർക്ക് കിട്ടിയ 20,000 rupees ട്രാൻസ്ഫർ ചെയ്യാം ടു ദ പാരന്റ്സ് അക്കൗണ്ട്. അതെ, ഞാൻ ഒന്ന് ചെയ്യണേ. 200000 no password. Okay, and here. അപ്പൊ ഇനി നമുക്ക് ഇത് ആഘോഷമാക്കാം. ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പോയി ജ്യൂസ് ഒക്കെ കുടിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാം. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ഗൈസ്, നമ്മൾ കൊറേ ആയില്ലേ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്തിട്ട് കൊറേ ആയി അല്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ വേൾഡ് ഓഫ് വിസ്ലേഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് അവരെയും നമ്മളെ എല്ലാം കൂടെ ചേർത്ത് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു. ഒരു ചെറിയ മത്സരം പോലെ. അതായത് സിനിമാ പാട്ടുകൾ നിങ്ങൾ വിസിലടിച്ചത് പാടുക. അത് ഏതാന്നുള്ളത് നമ്മുടെ ഈ ടീം അങ്ങ് ഗസ് ചെയ്യട്ടെ. നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും വേൾഡ് ഓഫ് വിസ്ലേഴ്സ് റെഡിയാണോ? എങ്കിൽ ഓരോ പാട്ടുകളുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് വിസിലടിച്ച് അവർക്ക് ഇട്ട് കൊടുക്കാം. ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഈസി. യെസ്, കിട്ടിയോ? അടുത്ത സോങ് കേൾക്കാം. അമ്പാടിപ്പൈയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ നിഴലോടും മേഘം ചായും നേരത്ത് ചൊല്ലാമോ. അടുത്ത ശ്വേത ചേച്ചി ഗസ് ചെയ്യോ നോക്കാവേ. അല്ല, എനിക്ക് പാട്ട് വാക്കുകൾ അറിയില്ല, പക്ഷെ എനിക്ക് മൂളാം. നോക്കാം.
അത്രേ ഉള്ളൂ. അയ്യോടാ. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വെല്ലുവിളി കുറച്ചുകൂടി ഡിഫിക്കൽട്ട്. My song. ഇത് ശേദേശിക്ക് വേണ്ടിയിട്ട് പാടിയതാണ്. ഗ്രേറ്റ്. അപ്പൊ ഈ മത്സരത്തിൽ ഇഞ്ചോട് ഇഞ്ച് നമ്മൾ പോരാടി നിൽക്കുകയായിരുന്നു. കൊള്ളാം ഗൈസ്, കൊള്ളാം ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവരുടെ അടുത്തൊന്നും നമ്മൾ മത്സരിക്കാനേ പാടില്ല. ഇവര് എന്ത് ബ്യൂട്ടിഫുള്ളി ആണ്. ഇതൊക്കെ പറഞ്ഞാൽ ലങ്സ് പവർ ഭയങ്കരമാണ് കേട്ടോ. വിസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിന്റെ ആൾക്കാരുണ്ട് ഇവിടെ. സ്ത്രീകളും ഉണ്ട്, ചെറിയ വാവക്കുട്ടിയും ഉണ്ട്. ഇവരുടെ പെർഫോമൻസ് ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓരോരുത്തർ ഓരോ ശൈലിയാണ്. നിങ്ങളെ ഒരു എപ്പിസോഡ് കൂടെ ഞങ്ങൾക്ക് വേണം. ഇതുപോലെ പാട്ടും വിസിലടിയൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാൻ വന്നിരിക്കും. ബൈ ഫ്രം കോമഡി മാസ്റ്റർ.